വളരെയധികം തെറ്റുകൾ പറ്റുന്ന എ ബി ജി അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. എ ബി ജി അനാലിസിസ് നിങ്ങൾക്കറിയാം അല്ലേ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഉന്നതയിലേക്ക് എത്താൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് എത്രമാത്രം കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും റെഡിയാണോ പഠിക്കാൻ? യെസ് സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ വാല്യൂസ് ഇത്രയും കാണാൻ പഠിക്കണം. ഇതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ല. പി എച്ച് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.35-നും 7.45-നും ഇടയിലാണ്. PCO2, PCO2 മീൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് ഗ്യാസ് ഉണ്ട്. ഏ ആ ഗ്യാസാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 35 തൊട്ട് 45 മില്ലിമീറ്റർ എച്ച് ജി ആണ്. മില്ലിമീറ്റർ എച്ച് ജി എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? അറിയാമല്ലോ, BP, പ്രഷർ, ബ്ലഡ് പ്രഷർ. അല്ലാതെ നമുക്ക് ഗ്യാസ് എത്ര ഉണ്ടെന്ന് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതെത്ര പ്രഷർ ചെലുത്തുന്നു എന്ന് മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു റൂമിൽ ഫാനിൻ്റെ കീഴിലിരിക്കുന്ന സമയത്തേ ആ റൂമിൽ എത്ര അല്ലെ റൂമിൽ എയർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ആ കാറ്റ് വീശുമ്പോൾ സംതിങ് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോഴാണ്. അതൊരു പ്രഷർ നമ്മുടെ ബോഡിയിൽ ചെലുത്തുമ്പോഴാണ്. ആണോ അല്ലയോ? അപ്പോൾ അതാണ് നമ്മൾ ബ്ലഡിനകത്തും നോക്കുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതേ ഓക്സിജൻ എത്രമാത്രം പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ അത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആവും. അതിൻ്റെ അളവ് 95 to 100 ആണ്. ഇനി അടുത്തത്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബൈകാർബണേറ്റ് മസ്റ്റായിട്ടും പഠിച്ചോണം. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് 22 തൊട്ട് 28 മില്ലി ഇക്വലൻ പെർ ലിറ്റർ ആണ്. ഇതെന്താ ഈ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ കളം അങ്ങ് മാറിയല്ലോ, മില്ലി ഇക്വലൻ്റ്. ഇതിനെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊന്നും പഠിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഇതിനെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മില്ലിമീറ്റർ എച്ച് ജി ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഗ്യാസസിനെ നമ്മൾ അളക്കുന്നത് പ്രഷർ അല്ലെങ്കിൽ മില്ലിമീറ്റർ എച്ച് ജി ഉപയോഗിച്ചാണ്. ഇനി ഈ ബൈകാർബണേറ്റ് പോലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അയോൺസാ, ചാർജുള്ള അയോൺസ്. അയോൺസിനെ നമ്മൾ വെയ് ചെയ്യുന്നത് മില്ലി ഇക്വലൻ പെർ ലിറ്റർ എന്നും പറഞ്ഞാൽ. അതാ സോഡിയം പൊട്ടാസ്യം ഒക്കെ പറയുമ്പോൾ മില്ലി ഇക്വലൻ്റ് കിടക്കുന്നത്. ഒരു ധാരണ കിട്ടിയോ? എത്രയോ കാലമായിട്ട് ഇതൊക്കെ കാണുന്നു. ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അസിഡോസിസ് ആൽക്കലോസിസ് എന്ന് പറയുന്ന ഒരു നാരോ റേഞ്ചിനെ പറ്റി പറയുകയാണ്. കണ്ടില്ലേ, ഇതാണ് 3.5-നും 4.5-നും ഇടയിലുള്ള നോർമൽ ലെവൽ. ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ അസിഡോസിസ്, താഴോട്ട് പോകുമ്പോൾ അസിഡോസിസ്, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആൽക്കലോസിസ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് 6.80 എന്നും അപ്പുറത്ത് 7.80 എന്നും എഴുതി വെച്ചപ്പോൾ ഉണ്ട്. എന്താണ് ആ ലിമിറ്റിൻ്റെ ഒരു പ്രത്യേകത? മരണം, മരണം, ഡെത്ത്. അതിനപ്പുറം വരെയുള്ള മാനേജ്മെൻറ്റേ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് ഇല്ല, മരണമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് മനസ്സിലാകും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള അടുത്ത കാര്യം, നമ്മുടെ സെല്ല്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ യെസ് രക്തത്തിലെ സാർ. അസിഡോസിസ്, ഫൈൻ. രക്തത്തിലെ അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലഡ് വെസൽ ആണല്ലോ. അതിലുള്ള H+ അയോണിൻ്റെ അളവിനെയാണ് നമ്മൾ ആസിഡ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത്. എച്ച് വെച്ച് പല ആസിഡ് ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. HCl, ദെൻ സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പം H+ അയോൺ ആണ് ആസിഡിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. അപ്പം രക്തത്തിലെ H+ അയോണിൻ്റെ അളവ് കൂടുമ്പോൾ രക്തം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ H+ അയോണിനെ എല്ലാം തൊട്ടടുത്ത് നിൽക്കുന്ന സെല്ലിനകത്തേക്ക് തള്ളിക്കയറ്റും. അപ്പോൾ സെല്ലിനകത്തേക്ക് തള്ളിക്കയറ്റും എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ടുതൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാം. ഇൻട്രാ സെല്ലുലാറായിട്ട് ഏത് അയോണാണ് കൂടുതലായിട്ടുള്ളത്? പറയൂ. പൊട്ടാസ്യം. പൊട്ടാസ്യം, ഫൈൻ. സെല്ലുകളുടെ ഉള്ളിൽ എപ്പോഴും കൂടുതലായിട്ടുള്ളത് പൊട്ടാസ്യമാണ്. എക്സ്ട്രാ സെല്ലുലാറായിട്ട് ഏറ്റവും കൂടുതൽ അയോൺ ഏതാണ്?
സോഡിയം. ഇതൊക്കെ പഴയ അല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ MCQൽ വരെ ഞാൻ കണ്ടു. MCQൻ്റെ ഞാനൊരു ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ കുഹാസിൻ്റെ MCQൽ വരെ കണ്ടു. ഇൻട്രാ സെല്ലുലാറായിട്ട് കൂടുതലായിട്ട് ഉള്ളത് പൊട്ടാസ്യമാണ്. എക്സ്ട്രാ സെല്ലുലാറായിട്ട് കൂടുതലായിട്ടുള്ള സോഡിയമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രക്തത്തിൽ H+അയോണിൻ്റെ അളവ് കൂടുമ്പോൾ അവനെ സെല്ലിലേക്ക് തള്ളും. സെല്ലിലേക്ക് തള്ളിയ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പൊട്ടാസ്യം തിരിച്ച് രക്തത്തിലേക്ക് ഇറങ്ങും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, H+അയോണിനെ അകത്തേക്ക് തള്ളുന്ന സാഹചര്യം എപ്പോഴായിരിക്കും? പറ. ഒരു വലിയ പ്രിൻസിപ്പിൾ ഇവിടെ പഠിക്കാൻ പോകും. രക്തത്തിൽ H+അയോൺ കൂടുമ്പോഴല്ലേ? എന്ന് പറഞ്ഞാൽ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ? അസിഡോസിസ്. അസിഡോസിസ്. അപ്പോൾ pH താഴോട്ട് പോവുമോ മുകളിലോട്ട് പോവുമോ? അസിഡോസിസ് സമയത്ത് താഴോട്ട് pH താഴോട്ട് പോകുമ്പോൾ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുവോ കുറയുവോ? കൂടും. രക്തത്തിന്റെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടും. ഇത് മനസ്സിലാകാത്തവർ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാവോ? pH താഴോട്ട് പോയാൽ അതിന്റെ ഓപ്പോസിറ്റാണ് പൊട്ടാസ്യം നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായുള്ള പ്രവർത്തനം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. pH താഴോട്ട് പോയാൽ പൊട്ടാസ്യം ഉയരും. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? pH താഴോട്ട് പോകുമ്പോൾ H+അയോൺ കൂടും, അവനെ സെല്ലിലേക്ക് തള്ളും. സെല്ലിനകത്തേക്ക് H+അയോൺ കയറി ചെല്ലുമ്പോൾ അവിടുന്ന് തിരിച്ചൊരാൾ രക്തത്തിലേക്ക് ഇറങ്ങും, അത് പൊട്ടാസ്യമാണ്. സോ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടും. ഇത്രയും കാര്യം പിടികിട്ടിയോ? യെസ് സർ. ഓക്കെ, എന്നാൽ അടുത്തിലേക്ക് പോകാം. ആ കണ്ടീഷൻസ് ഞാൻ ഓരോന്നായിട്ട് വിശദീകരിച്ചതാണ്. ഇനി എന്താണ് റെസ്പിറേറ്ററി അസിഡോസിസ്? റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഇനി ഒരു കാര്യമുണ്ട്, അറിയാലോ, എന്താണെന്ന് പറയാൻ പോവാണേ. ഈ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു. ഏത് സാഹചര്യത്തിലായിരിക്കും? നല്ലപോലെ ബ്രത്ത് എടുക്കാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷനിൽ ആണോ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ വെള്ളം ഉണ്ടെന്ന് അറിയാമല്ലോ. വെള്ളത്തിനോട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് H2CO3, കാർബോണിക് ആസിഡ്. അപ്പോൾ രക്തത്തിൽ അസിഡോസിസ് ആയില്ലേ? ആയോ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈ സിറ്റുവേഷൻ വരാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന സിറ്റുവേഷൻസ് ഞാൻ താഴോട്ട് അങ്ങ് ലിസ്റ്റ് ചെയ്തു. COPD, ബ്രോങ്കിലാസ്മ, പൾമണറി എഡിമ, ഹൈപ്പോവെന്റിലേഷൻ, ന്യൂമോണിയ, ഇതെല്ലാം പിടികിട്ടിയോ? ഇനി നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്, താഴെ പറയുന്നത് ഏത് കണ്ടീഷനിലാണ് റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാകുന്നത്? എന്ത് മാത്രം നോക്കിയാൽ മതി? ശ്വാസം മുട്ടലുണ്ടാകുന്ന ഏതെങ്കിലും കണ്ടീഷൻ ആ ഓപ്ഷനകത്തുണ്ടോ? ഈസിയായോ? ശ്വാസം മുട്ടലുണ്ടാകുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും അകത്തോട്ട് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയും. സ്വാഭാവികമായിട്ടും രക്തത്തിൽ റീറ്റെയിൻ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിനോട് കമ്പൈൻ ചെയ്യും, കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ക്ലിയർ ആയോ? പൾമണറി എഡിമ പോലുള്ള കണ്ടീഷൻ. പൾമണറി എഡിമ പറയുന്ന മറ്റൊരു പേരെന്താ? പേഷ്യൻ്റ് ഈസ് ഡ്രൗണിങ് ഇൻ ഹിസ് ഓൺ ഫ്ലൂയിഡ്. കേട്ടിട്ടുണ്ടാ? ഒരു വ്യക്തി സ്വന്തം ഫ്ലൂയിഡിൽ മുങ്ങി മരിക്കുന്നു. നമ്മൾ മുങ്ങി മരണമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? വെള്ളം കുടിച്ച് ലങ്സിൽ വെള്ളം കയറി. ഇവിടെ പേഷ്യൻ്റ് വെള്ളത്തിൽ വീണിട്ടുമില്ല, വെള്ളം കുടിച്ചിട്ടുമില്ല. പക്ഷേ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് പേഷ്യൻ്റെ ലങ്സിൽ മൊത്തം വെള്ളം നിറയുകയാണ്. ഒരു പേഷ്യൻ്റ് സ്വന്തം ഫ്ലൂയിഡിൽ മുങ്ങി മരിക്കുന്ന കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് പൾമണറി എഡിമ. കേട്ടിട്ടുണ്ടായിരുന്നോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഞാൻ കൂടുതൽ പറയുന്നില്ല. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്ന സാഹചര്യത്തിൽ ഒന്ന് നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചേ. നമ്മളെന്താ പറഞ്ഞത്? അസിഡോസിസ് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ, പകരം ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അസിഡോസിസിന്റെ ഓപ്പോസിറ്റ് പറയൂ. ആൽക്കലോസിസ്. എപ്പോഴാണ് ഓക്സിജന്റെ അളവ് കൂടുന്ന സാഹചര്യം വരുന്നത്? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ. ആദ്യത്തേത് മാത്രം പറയാം, ഹൈപ്പർ വെന്റിലേഷൻ. ആണോ? ഹൈപ്പർ വെന്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടത്തേണ്ടാത്ത പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ കിടത്തുന്നു.
എന്നിട്ട് അവൻ ആവശ്യത്തിനുള്ള സാധനം എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇരട്ടി അടിച്ച് കയറ്റി അങ്ങ് കൊടുക്കുക. അപ്പോൾ അവൻ്റെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ നേരെ തിരിച്ച് ആൽക്കലോസിസിലേക്ക് പോവുകയാണ്. ഇത്തരം കാര്യം പിടിയിട്ടു. Yes. താഴെ പറയുന്ന ഏത് കണ്ടീഷനിലാണ് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുന്ന ഏതെങ്കിലും സാഹചര്യം അതിനകത്തുണ്ടെങ്കിൽ, ഇതാ കിടക്കുന്ന ഓവർ വെന്റിലേഷൻ ബൈ മെക്കാനിക്കൽ വെന്റിലേറ്റേഴ്സ്, അത് തന്നെയാണ് നമ്മൾ ഒരു തരത്തിൽ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇനി അടുത്തത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റം നിരപരാധിയാണ്. ഞാൻ നോർസെറ്റ് 1 ബാച്ചിനാന്ന് തോന്നുന്നു റീനൽ സിസ്റ്റം എടുത്തത്. കുറച്ച് കുട്ടികൾ ഇതിനകത്തുണ്ടല്ലോ അല്ലേ? Yes, sir. നമ്മുടെ യൂറിൻ അസിഡിക്കാണോ ആൽക്കലൈൻ ആണോ? Acidic. ആസിഡിക്, ഫൈൻ. അപ്പോൾ H+ അയോൺ യൂറിനിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് യൂറിൻ അസിഡിക്കാന്ന്. പിടിയില്ലല്ലോ. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ H+ അയോൺ പുറത്തേക്ക് പോവോ? പുറത്തേക്ക് പോവോ? ഇല്ല. ഇല്ല. അപ്പോൾ H+ അയോൺ ശരീരത്തെ അക്യുമുലേറ്റ് ചെയ്യത്തില്ലേ? ഏയ്. അപ്പോൾ എന്ത് സംഭവിക്കും? അസിഡോസിസ് ഉണ്ടാകത്തില്ലേ? ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിക് അസിഡോസിസ്. ക്ലിയർ ആയോ? Yes. ക്ലിയർ ആയി. ഇനി അടുത്തത്, നമ്മുടെ സ്റ്റൊമക്കിലെ ഒരു ആസിഡ് ഉണ്ട്, പേരെന്താ? HCl. 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 നമ്മുടെ GIT പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ സ്റ്റൊമക്കൽ ആസിഡാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങ് താഴത്തെ പോർഷനിൽ, എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ റെക്റ്റം പോലുള്ള ഏരിയയിൽ കൂടുതലായിട്ടുള്ളത് ബൈകാർബണേറ്റാണ്. എന്തിനാണെന്നറിയോ? ഈ ആസിഡ് മിക്സ് ചെയ്ത ഫുഡ് താഴോട്ട് ചെല്ലുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആണോ? ഉം. പിടിയേറ്റി. ഇത്രയും കാര്യം പിടിയേറ്റിയല്ലോ. അപ്പോൾ ഒരു പേഷ്യൻറ്റ് ഭയങ്കര ഡയറിയ. അപ്പോൾ ഡയറിയ ഉള്ളപ്പോൾ ഈ കോളനകത്തൊക്കെ ഇരിക്കുന്ന ആൽക്കലി ഉണ്ടല്ലോ, ബൈകാർബണേറ്റ്, അതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് പോകത്തില്ലേ? ഓ. അപ്പോൾ ശരീരത്തിൽ ആര് കൂടുതലാവും? H+. അപ്പോൾ അസിഡോസിസ് സംഭവിക്കത്തില്ലേ? Yes. അപ്പോൾ സിവിയർ ഡയേറിയ വന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കണ്ടീഷൻ ഏതാ? മെറ്റബോളിക് അസിഡോസിസ്. ക്ലിയർ ആയോ? കാര്യം മനസ്സിലായോ? Yes. റീനൽ ഫെയിലിയർ പോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഔട്ട്പുട്ട് കുറയുന്നു, ആസിഡ് റീറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ ചിലപ്പോൾ കുറച്ച് ലാസിക്സ് ഒക്കെ കൊടുക്കും. ലാസിക്സിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എത്ര ആയിരുന്നു? 4 to 6 hours. hours. ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ലാസ്റ്റിംഗ് ഫോർ 6 hours. അതിൽ നിന്നാണ് ഈ ലാസിക്സ് ഫോം ചെയ്തത്. എത്ര പേർക്ക് അറിയായിരുന്നു? ലാസ്റ്റിംഗ് ഫോർ 6 hours എന്നുള്ള ആ പേരിൽ നിന്നാണ് ഫ്രൂസമൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റിന് ലാസിക്സ് എന്ന് പറയുന്ന പേര് വന്നത്. ഓക്കെ, ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞു, ലാസിക്സ് അങ്ങോട്ട് കൊടുത്താലേ യൂറിൻ കുറേ അങ്ങ് പോകും. യൂറിൻ കുറേ അങ്ങ് പോയാൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. പറയൂ. H+ അല്ലേ പുറത്തോട്ട് പോകുന്നത്? Yes. H+ കൂടുതലായിട്ട് പോയ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ആസിഡ് കുറയത്തില്ലേ? ആസിഡ് കുറഞ്ഞാൽ ആര് ഡോമിനേറ്റ് ചെയ്യും? Bicarbonate. സ്വാഭാവികമായിട്ടും കണ്ടീഷൻ എന്താവും? മെറ്റബോളിക് ആൽക്കലോസിസ്. അതേപോലെ ഞാൻ പറഞ്ഞു, GIT സ്റ്റൊമക്കില് ആസിഡ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, ഭയങ്കര വോമിറ്റിങ്. പ്രഗ്നൻസിയിലൊക്കെ ചില വോമിറ്റിങ് വരുന്ന കൂട്ട്, ഭയങ്കര വോമിറ്റിങ്. HCl മൊത്തം പുറത്തു പോയി. അപ്പം ശരീരത്തിൽ ആരായിരിക്കും കൂടുതൽ? Bicarbonate. ബൈകാർബൺ. അപ്പോൾ കണ്ടീഷൻ ഏതാ? മെറ്റബോളിക് ആൽക്കലോസിസ്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ കണ്ടീഷനിലെല്ലാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നിരപരാധിയല്ലേ? അതെ. റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വെളിയിൽ ആൽക്കലോസിസ് അസിഡോസിസ് ഉണ്ടാക്കുന്ന കണ്ടീഷനുകളാണ് മെറ്റബോളിക് അസിഡോസിസ് ആൻഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. ഇത്ര ഒരു ധാരണ കിട്ടിയോ? Yes. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പം 4 കാര്യങ്ങളെ പറ്റി ഞാനൊന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ചാർട്ട് ഞാൻ പെട്ടെന്നൊന്ന് വരയ്ക്കാൻ പഠിപ്പിക്കുവാണേ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇടത്തെ സൈഡിലൊന്ന് എഴുതണം. ഒന്ന് എഴുതി വെച്ചാൽ മതി, അകത്തുള്ള ഒന്നും എഴുതണ്ട. ഓക്കെ ആണേ. ഇവിടെ താഴെ എഴുതേണ്ടത് റെസ്പിറേറ്ററി അസിഡോസിസ്, ഇവിടെ റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ദെൻ പിന്നീട് പഠിച്ചെന്താ? മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഇപ്പുറത്തെ സൈഡിൽ pH എഴുതണം, PCO2 എഴുതണം, ബൈകാർബണേറ്റ് എഴുതണം, പൊട്ടാസ്യം എഴുതണം. ഇവരെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. pH നോർമൽ എത്ര, PCO2 നോർമൽ എത്ര, ബൈകാർബണേറ്റ് നോർമൽ എത്ര, പൊട്ടാസ്യം എത്ര ആയിരുന്നു നോർമൽ? 3.5 to 5.1. യൂണിറ്റ് എന്താ? മില്ലി Millicubic ഇക്വലൻ പെർ ലിറ്റർ. എന്താ അങ്ങനെ? ഡയോൺ. ions. കഥ മനസ്സിലായി. ഈ റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ പേരെന്താ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Yedu. ആ, യദു. ഫൈൻ, നമുക്കറിയാവുന്ന ആള്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് റെസ്പിറേറ്ററി അസിഡോസിസ്, ആൽക്കലോസ്. ഇതെല്ലാവരും വരച്ചോ. അടുത്ത 5 മിനിറ്റിൽ നിങ്ങളെ ഈ റെസ്പിറേറ്ററി അസിഡോസിസും അല്ലെങ്കിൽ അസിഡോസിസും ആൽക്കലോസിസും റീഡ് ചെയ്യാൻ പഠിപ്പിച്ച് ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്യും. മനസ്സിലായല്ലേ? കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് പഠിക്കാത്ത സംഭവം നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കുന്നു. ഓക്കെ, നോക്കാം. അപ്പോൾ ഈ ചാർട്ട് വരയ്ക്കാൻ ഇത്രയും കാര്യം വരച്ചു വെക്കാൻ എല്ലാവർക്കും അറിയാവോ? നിങ്ങൾ വരച്ചോ? ഇനി ഞാൻ ഓരോ ഘട്ടമായിട്ട് വരയ്ക്കുകയാണ്. അസിഡോസിസ് സമയത്ത് pH എങ്ങനെയാണ് പോകുന്നത്? താഴോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം എന്തായിരിക്കും? കറക്റ്റായിട്ടും പറഞ്ഞോണം. മുകളിലോട്ടോ താഴോട്ടോ? Mirror. എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, മുകളിലോട്ട്. ശരി, ആൽക്കലോസിസ് സമയത്ത് pH എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ട്. അങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടാസ്യം എന്തായിരിക്കും കാണിക്കുന്നത്? തലതിരിവ്, താഴോട്ട്. ആണോ? Yes. ഇനി അടുത്തത്, അസിഡോസിസ് സമയത്ത് pH എങ്ങോട്ടായിരിക്കും? മെറ്റബോളിക് ആയാലും അത് തന്നെ, താഴോട്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം എന്തായിരിക്കും? മുകളിലോട്ട്. ആൽക്കലോസിസ് ആണെങ്കിൽ ആസ് യൂഷ്വൽ മുകളിലോട്ടാണ്, പൊട്ടാസ്യം താഴോട്ടാണ്. ഇത്രയും തനിയൊന്ന് വരച്ച എല്ലാവരും മനസ്സിലാക്കി വരച്ചാൽ മതി. മനസ്സിലാക്കി വരച്ചേച്ച് ബോഡി നോക്കുക, നമ്മുടെ സ്ക്രീനിൽ നോക്കുക. മനസ്സിലാക്കി വരച്ചേച്ച് സ്ക്രീനിൽ നോക്കുക. വരച്ചോ? Yes, sir. പോയി. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റാണോ? ഇനി ഞാൻ 2 കാര്യം കാണാതെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്കിനി ഫില്ല് ചെയ്യാനുള്ളതാണ്ട് ഇവിടെയും ഫില്ല് ചെയ്യണം, ഇവിടെയും ഫില്ല് ചെയ്യണം. ഈ 2 സ്ഥലങ്ങൾ ഫില്ല് ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ആരവും മുകളിലോട്ടാണ്. ഇതിങ്ങനെ ഒന്ന് വരയ്ക്കാൻ പാടുണ്ടോ? എല്ലാ ആരവും മുകളിലോട്ടാണ്. 4 ആരോ പാടുണ്ടോ? No. ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ചേ, എല്ലാ ആരോയും മുകളിലോട്ട്. ന്യൂട്ടന്റെ 3rd ലോ പറയുന്നത് എന്താ? എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ? എല്ലാ ആരവും മുകളിലോട്ട് വരച്ചാൽ പിന്നെ തിരിച്ചും വരയ്ക്കണം. ഈ നടുക്കുള്ള പോർഷൻസിലെ എല്ലാ ആരവും എങ്ങനെ വരയ്ക്കണം? താഴോട്ട് വരയ്ക്കണം. ഓക്കെ ആണോ? Yes, sir. ആ ചാർട്ട് കംപ്ലീറ്റ് ആയി. ഇനിയാണ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ രീതിയിലൊരു ചാർട്ട് റഫ് ബുക്കിനകത്ത് വരയ്ക്കണം, അല്ലെ റഫ് പേപ്പറിനകത്ത് വരയ്ക്കണം. അത് നോർസെറ്റ് ആണെങ്കിലും കേരള PSC ആണെങ്കിലും. ഓക്കെ ആണോ? ഈ വരപ്പ് കഴിഞ്ഞു എല്ലാവരുടെയും? കഴിഞ്ഞോ? Yes, sir. കഴിഞ്ഞു. ഇതാണോ നിങ്ങൾ ആദ്യം വരച്ചേ? മുകളിലും താഴെയും എല്ലാ ആരോയും മുകളിലോട്ട്. ദെൻ നടുക്കുള്ള പോർഷനിൽ ആരോ എങ്ങോട്ടോ? താഴോട്ടോ മുകളിലോട്ടോ? പറ. നിങ്ങളുടെ ചാർട്ട് ഇതേപോലെ ഇരിക്കുവാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ആ നോർമൽ വാല്യൂസിലേക്ക് ഒന്നുകൂടെ പോകുന്നു. ഒന്നുകൂടെ പഠിച്ചേ. pH 7.35 to 7.45. കറക്റ്റ് ആണോ?
PCO2 35 to 45. ഞാൻ നോർമൽ എത്രയാണെന്ന് ഇപ്പം ചോദിക്കുമ്പോൾ ഇത് അറിഞ്ഞുകൂടാന്ന് ആരെങ്കിലും പറഞ്ഞ. ദെൻ ബൈകാർബണേറ്റ് PCO2 കിട്ടും. ബൈകാർബണേറ്റ് 22നും 28നും ഇടയ്ക്ക്. പൊട്ടാസ്യം 3.1നും 5.5നും ഇടയിൽ. സോറി, 3.5നും 5.1നും ഇടയിൽ. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഏതാണ് കുറവ് കൂടുതലെല്ലാം നിങ്ങൾ പറയണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വായിച്ചു നോക്കുക. ഒരാളുടെ pH എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 7.12. മനസ്സിൽ വെച്ചേക്കണേ. കൂടുതലോ കുറവോ എന്നൊക്കെ മനസ്സിൽ വെച്ചേക്കണം. 7.12. PCO2 50. ബൈകാർബണേറ്റ് 30. പൊട്ടാസ്യം 7. ഇനി ഞാൻ പറയുന്നത് ഈ പാറ്റേൺ നമ്മൾ നോക്കാൻ പോവാണ്. ഇനി ഓരോന്നായിട്ട് നിങ്ങൾ എന്നോട് പറയണം. 7.12 എന്ന് പറഞ്ഞാൽ കൂടുതലോ കുറവോ? കുറവ്. എത്ര ആയിരുന്നു നോർമൽ? 7.35 തൊട്ട് 7.45 വരെ. ഇവിടെ 7.12 കുറവാണല്ലോ. അപ്പൊ ഈ ചാർട്ടിനകത്ത് കുറവ് എന്ന് പറയുന്ന ആരോ ഫോളോ ചെയ്യുന്ന 2 റൂട്ട് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ? 2 സ്ഥലത്തിൽ കുറവാണ്. കിട്ടിയല്ലോ. ഇനി അടുത്ത വാല്യൂയിൽ വരിക. PCO2 എന്ന് പറഞ്ഞാൽ 50. കൂടുതലോ കുറവോ? 35 to 45 ആണ് നോർമൽ. കൂടുതൽ. ഈ 2 എണ്ണത്തിൽ ഏതാ കൂടുതൽ? ആദ്യത്തേതാണോ മൂന്നാമത്തേതാണോ? ആദ്യത്തേത്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2 വാല്യൂസേ നോക്കിയിട്ടുള്ളൂ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. റെസ്പിറേറ്ററി അസിഡോസിസ്. കൺഫേം ചെയ്യാനി. അടുത്തത് ബൈകാർബണേറ്റ് എത്രയാണ്? 30. കൂടുതലോ കുറവോ? 22 തൊട്ട് 28 വരെ. കൂടുതൽ. ഇവിടെ കൂടുതലാണോ? ആണ്. ഇനി പൊട്ടാസ്യം 7. കൂടുതലോ കുറവോ? കൂടുതൽ. കൺഫേം ചെയ്തോ? ചാർട്ട് വരയ്ക്കാൻ അറിയാം. ഇതേപോലെ ലേബൽ ചെയ്യാനും അറിയാം. എളുപ്പമായോ? ഡയഗ്നോസിസ് കിട്ടിയോന്ന്? ഇങ്ങനെയാണ് നമ്മൾ വെന്റിലേറ്റർ പേഷ്യൻറ്റിൽ കിടക്കുന്നു. പേഷ്യൻ്റ് വെന്റിലേറ്റർ കിടക്കുന്നു. ABG എടുക്കുന്നു. അത് നോക്കുന്നു. നോക്കിയതിന് ശേഷം പേഷ്യൻ്റ് ഇപ്പോൾ ഈ കണ്ടീഷനിലാണ്. പിടിയിട്ടില്ലേ? ഇനി അതിൻ്റെ കറക്ഷനാണ്. ഇത് തന്നെ ഡോക്ടർ ചെയ്തതും ഇതിപ്പം നമ്മൾ ചെയ്യുന്നു. ക്ലിയർ ആയോ? ശരി. ഞാൻ പറഞ്ഞു അടുത്ത 5 മിനിറ്റിൽ 10 മണിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം 9:57. അതിൽ നിങ്ങൾ ABG അനാലിസിസ് നടത്തി. ഇനി ഒരു ക്വസ്റ്റ്യന് മാത്രം ആക്കണ്ട. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒന്ന് നോക്കിയേ. ABG അനാലിസിസ് pH 7.7. കൂടുതലോ കുറവോ? കൂടുതലാണ്. ശരി. താഴോട്ട് വരൂ. കൂടുതൽ ഫോളോ ചെയ്യുന്ന 2 സ്ഥലങ്ങൾ കണ്ടുപിടിക്കൂ. ഇതാ ഈ സ്ഥലം, അതേപോലെ ഈ സ്ഥലം. ആണോ? ആണ്. സംശയമൊന്നുമില്ലല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് PCO2 30. കൂടുതലോ കുറവോ? കുറവ്. 35 to 45 ആണ്. രണ്ടാമത്തെ ലൈനിലാണോ 4ാമത്തെ ലൈനിലാണോ കുറവ് കാണിക്കുന്നത്? രണ്ടാമത്തെ ലൈൻ. ആ, രണ്ടാമത്തെ ലൈൻ. കിട്ടിയ? രണ്ടാമത്തെ ലൈനിൽ കുറവ് കാണിച്ചു. അപ്പോൾ ആൻസർ എന്തായി? ഇവിടെ വെച്ച് ആൻസർ ചെയ്യാം. റെസ്പിറേറ്ററി ആൽക്കലോസിസ്. B ആണ് ആൻസർ. സമാധാനമില്ല. ഇത് ശരിയാണോന്ന് അറിയണ്ടേ? ബൈകാർബണേറ്റിലേക്ക് വാ. ബൈകാർബണേറ്റ് 20. കുറവോ കൂടുതലോ? കുറവ്. ഇവിടെ കാണുന്ന കുറവ് തന്നെ ആണോ? പൊട്ടാസ്യം 3. കുറവോ കൂടുതലോ? നമ്മുടെ ആൻസർ ശരിയായിരുന്നു.
യെസ്. വളരെ ശരിയായിരുന്നു. പറ്റുമോ നിങ്ങൾക്ക് ഈ പരിപാടി? രസമുണ്ടോ? യെസ് സർ. Yes, sir. അപ്പൊ എ ബി ജി അനാലിസിസ് ഒരു കടമ്പയാണോ? ഒരു കടമ്പയാണോ? ഇല്ല. അല്ല. അല്ല. അപ്പൊ എന്നാ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇത്രയൊക്കെ ആയില്ലേ? ശരി, ഇവിടെ ഒന്ന് നോക്കിയേ. pH 7.1 ആണോ? ഉം. കുറവോ കൂടുതലോ? കുറവ്. 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 അപ്പോൾ കുറവുള്ള രണ്ടെണ്ണം മാർക്ക് ചെയ്യണം. ഇതുകൊണ്ട് ഇതുകൊണ്ട്. PCOD 30 കുറവോ കൂടുതലോ? കുറവ്. കുറവ്. കുറവുള്ള ഒരെണ്ണേ ഉള്ളൂ. ആൻസർ കിട്ടിയ മെറ്റബോളിക് അസിഡോസിസ്. കിട്ടിയ? യെസ്. കിട്ടി. ഇനി അടുത്ത കൺഫേം ചെയ്യാം. ബൈകാർബണേറ്റ് 20 കുറവോ കൂടുതലോ? കുറവ്. കുറവ്. ദെൻ പൊട്ടാസ്യം 6 കുറവോ കൂടുതലോ? 5.5 കൂടുതൽ. വരെ. ആ, 5.1 വരെ നോർമൽ. സോ കൂടുതൽ. നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? മെറ്റബോളിക് അസിഡോസിസ്. ക്ലിയർ ആയോ? ശരി, Yes, എന്നാ sir. പിന്നെ ഒരെണ്ണോട് നോക്കാം നമുക്ക്. ഇത്രയായില്ലേ? ഒരെണ്ണോടൊന്ന് നോക്കാം. ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യുക. എ ബി ജി അനാലിസിസ്. pH 7.5 കൂടുതലോ കുറവോ? കൂടുതൽ. കൂടുതലാണ്. 2 സ്ഥലങ്ങളിൽ കൂടുതലാ. PCOD 50 കൂടുതലോ കുറവോ? കൂടുതൽ. കൂടുതൽ. ഇവിടെ ഒരാളിലേ ഉള്ളൂ കൂടുതൽ, മറ്റേ ആളിൽ കുറവാ. ആണോ? ആൻസർ നമുക്ക് കിട്ടി. ഏതാ? മെറ്റബോളിക് Meta- ആൽക്കലോസ്. മെറ്റബോളിക് ആൽക്കലോസ്. എന്നാ കൺഫേം ചെയ്യാം. ബൈകാർബണേറ്റ് 30 കുറവോ കൂടുതലോ? കുറവ്. ബൈകാർബണേറ്റ് 30 കുറവോ കൂടുതലോ? വാല്യൂസ് തെറ്റി പറഞ്ഞാൽ എൻ്റെ അടുത്തെങ്ങാനും ഇരുന്ന് പറഞ്ഞ കൂടുതൽ. 22 തൊട്ട് 28 വരെ അല്ലേ കൂടുതൽ. നോർമൽ? അപ്പോൾ കൂടുതൽ. കൂടുതൽ. ദെൻ പൊട്ടാസ്യം 3 കുറവോ കൂടുതലോ? കുറവ്. കുറവ്. കൺഫേം ആയോ? മെറ്റബോളിക് ആൽക്കലോസിസ്. എല്ലാവരും സമയവും കൂടെ ഒന്ന് നോക്കിയോ. 10 മണി. 25 മിനിറ്റ് കൊണ്ട് അസിഡോസിസ് ആൽക്കലോസിസിന്റെ ബേസിക്സ് അതേ പറയത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പോകാം, അടുത്ത ക്ലാസ്സുകളിൽ പോകാം. പ്രയോജനപ്പെട്ടോ? Yes, sir. Yes, sir. ഇതുവരെ പഠിച്ചിട്ടുണ്ടോ ഇത് ഈ രീതിയിൽ? Yes, sir. നിങ്ങൾ ഇല്ല, sir. ഏതൊക്കെ ബുക്കുകൾ വേണമെങ്കിലും ഇല്ല, sir. നോക്കിയോ, എങ്ങും കിട്ടില്ല. ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്ത പാറ്റേൺ. ഇത് കാലങ്ങൾക്ക് മുമ്പ് 2004 2005 കാലങ്ങൾ തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നു. പക്ഷെ എത്തിയിട്ടില്ല, എല്ലാവരിലേക്കും ഇപ്പോഴും എത്തിയിട്ടില്ല. ഇതൊരു കടമ്പയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ബാച്ചിലുള്ള ആൾക്കാർക്ക് നാളെ ഒരു ലൈവ് ക്ലാസ് ഉണ്ട് 10:30. ഓക്കെ, Thank you, sir. അപ്പോൾ താങ്ക് യു. കാണാം. Thank you, അപ്പോൾ sir. ഇത്രയും നേരം സമയം കണ്ടെത്തി എത്തിയ എല്ലാവർക്കും നന്ദി. ഓക്കെ, Thanks. ഓക്കെ, Thank you, താങ്ക് sir. യു, താങ്ക് യു. Thank you. താങ്ക് യു, താങ്ക് യു നന്ദ. അല്ലല്ലു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഷഹാബ് ഹലോ, ഷഹാബ് ട്രെയിനിലാണെന്ന് തോന്നുന്നു. നമ്മളൊരാൾ ട്രെയിനിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ 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 ഓക്കെ. എന്തായാലും അവരുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ മാനിക്കണമല്ലോ. ട്രെയിനിലൊക്കെ വന്നിരുന്നു ക്ലാസ് അറ്റൻഡ് പിന്നെ ചെയ്യാൻ. അത് നമുക്ക് ഇത്രയെല്ലാം ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമല്ലേ. നമ്മൾ ഈ ഒരു കാര്യം എഫർട്ട് എടുത്ത് വരുമ്പോൾ അത് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നെന്ന് അറിയുമ്പോൾ അല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്റെ വീഡിയോ അറിയാതെ ഓൺ ആയതാണോ എന്താണെന്നറിയില്ല. അവൻ ട്രെയിനിലാണ്. ശരി ശരി, ഓക്കെ തന്നെ, ഓക്കെ ഓക്കെ.
സാംസങ് എസ് എം ആരാന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് താങ്ക് യു.